വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഒട്ടനവധി മികച്ച ചിത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരുടെ പട്ടികയിലേക്ക് എത്തിപ്പെട്ട താരമാണ് അനുശ്രീ. നിരവധി ചിത്രങ്ങളിലൂടെ മലയാളി സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം നേടാൻ താരത്തിനായി. റിയാലിറ്റി ഷോയിലൂടെ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ അനുശ്രീ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത്. സോഷ്യൽ മീഡിയയിൽ സജീവമായ അനുശ്രീ തന്റെ വിശേഷങ്ങളും ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട്. നാട്ടിൻപുറത്തെ കഥാപാത്രമായി മാത്രം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളും അനുശ്രീ നടത്തിയിട്ടുണ്ട്. തനിക്കിപ്പോൾ വന്ന മേക്ക് ഓവറും ഇതിന്റെ ഭാഗമാണെന്ന് ഒരു അഭിമുഖത്തിൽ അനുശ്രീ തുറന്നു പറയുകയുണ്ടായി. അനുശ്രീയുടെ ലുക്കിൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന മാറ്റം ചെറുതല്ല. നടി മുമ്പത്തേക്കാളും സുന്ദരിയായെന്നും ഫാഷനിലും മേക്കപ്പിലുമെല്ലാം ശ്രദ്ധ നൽകുന്നെന്നും സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ വരാറുണ്ട്. അനുശ്രീയെക്കുറിച്ച് ഒരു കോസ്മെറ്റോളജിസ്റ്റ് പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. ശിഖ സംഘവി എന്ന കോസ്മെറ്റോളജിസ്റ്റാണ് അനുശ്രീയുടെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അനുശ്രീ പ്ലാസ്റ്റിക് സർജറികളൊന്നും ചെയ്തതായി തോന്നുന്നില്ല. സ്കിൻ കെയർ, ഗ്രൂമിംഗ് തുടങ്ങിയവയാണ് ഈ ട്രാൻസ്ഫോർമേഷൻ പ്രധാന കാരണമെന്നും ഇവർ വീഡിയോയ്ക്കൊപ്പം കുറിച്ചു. പോസ്റ്റിന് താഴെ നിരവധി കമന്റുകളാണ് വന്നത്. അനുശ്രീ വെളുക്കാൻ വേണ്ടി ഗ്ലൂട്ടത്തയോൺ കുത്തിവയ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് ഭൂരിഭാഗം കമന്റുകളും. അതിന് സാധ്യതയുണ്ടെന്ന് കോസ്മെറ്റോളജിസ്റ്റും സമ്മതിക്കുന്നുണ്ട്. നടി ഗ്ലൂട്ടത്തോണിലൂടെയാണ് നിറം വർദ്ധിപ്പിച്ചതെന്ന് ചിലർ ഉറപ്പിച്ചു പറയുന്നു. അനുശ്രീയുടെ സ്കൂൾ ബാച്ച്മേറ്റുകൾ വരെ വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയിട്ടുണ്ട്. ഇവർ സ്കൂളിൽ എന്റെ ബാച്ച്മേറ്റ് ആയിരുന്നു, ന്യൂട്രൽ സ്കിൻ ടോണുള്ള പെൺകുട്ടിയായിരുന്നു, വെളുത്ത നിറം ലഭിക്കാൻ അതിനുവേണ്ടിയുള്ള ഭക്ഷണമോ സപ്ലിമെന്റുകളോ എടുക്കുന്നുണ്ടാകാം എന്നാണ് ഒരാളുടെ കമന്റ്. അനുശ്രീയുടെ കവളിൽ ഉൾപ്പെടെ മാറ്റം വന്നിട്ടുണ്ടെന്ന് ചിലർ കമന്റ് ചെയ്തു. നേരത്തെ ബോളിവുഡിലായിരുന്നു കോസ്മെറ്റിക് സർജറികൾ കൂടുതലെങ്കിൽ ഇന്ന് മോളിവുഡിലും ഈ ട്രെൻഡുകൾ. നടി മഹിമ, സംയുക്ത, ഹണിറോസ് തുടങ്ങിയ നടിമാർക്ക് മുഖത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് കമന്റുകൾ വരാറുണ്ട്. നടിമാരാരും ഇതേക്കുറിച്ച് പ്രതികരിക്കാറില്ല. തെന്നിന്ത്യയിൽ കോസ്മെറ്റിക് സർജറികളിലൂടെ മുഖത്ത് വലിയ മാറ്റം വരുത്തിയ നടി നയൻതാരയാണ്. ആദ്യ സിനിമ മനസ്സിനക്കരയിലെ നയൻതാരയും ഇന്നത്തെ നയൻതാരയുടെ മുഖവും തമ്മിലുള്ള വ്യത്യാസം ഏവരെയും അമ്പരപ്പിക്കും. നായിക നടിമാരെ പോലെ നടന്മാരും കോസ്മെറ്റിക് സർജറികളിൽ പിന്നിലല്ല. മലയാളത്തിൽ ദുൽഖർ സൽമാന് വന്ന മാറ്റമാണ് ഏവരും ചൂണ്ടിക്കാട്ടാറുള്ളത്. ദുൽഖറിന്റെ മുഖത്ത് അടിമുടി മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നടനും ഇതേക്കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടില്ല. തെന്നിന്ത്യൻ താരങ്ങളിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞത് നടി ശ്രുതി ഹാസനാണ്. സോഷ്യൽ മീഡിയ സജീവമായ കാലത്ത് താരങ്ങളുടെ കോസ്മെറ്റിക് സർജറികൾ മുമ്പത്തേക്കാളധികം ചർച്ചയാകുന്നുണ്ട്. അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു തന്റെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് താരം ലളിതമായി നടത്തിയത്. ചെറിയ ചടങ്ങായിരുന്നുവെങ്കിലും താരത്തിന്റെ പ്രിയപ്പെട്ടവർ എല്ലാം സന്നിഹിതരായിരുന്നു. ആ സന്തോഷമാണ് അനുശ്രീ പങ്കുവച്ചത്. ലാൽ ജോസും ദിലീപും തുടങ്ങി ഇൻഡസ്ട്രിയിൽ അനുശ്രീക്ക് ഏറ്റവും അടുപ്പമുള്ളവരെയെല്ലാം നടി പങ്കുവച്ച വീഡിയോയിൽ കാണാം. കൊച്ചിയിലാണ് നടി പുതിയ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ദിലീപ്, ഉണ്ണി മുകുന്ദൻ, അതിഥി രവി, ശിവദ, ഗ്രേസ് ആന്റണി, നിരഞ്ജന അനൂപ്, നിതിൻ രഞ്ജി പണിക്കർ, അർജുൻ അശോകൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, നിഖില വിമൽ, ആര്യ ബാബു, സുരഭി ലക്ഷ്മി, നമിത പ്രമോദ്, സണ്ണി വെയിൻ, അനന്യ, അപർണ ബാലമുരളി, ലാൽ ജോസ് തുടങ്ങി മലയാള സിനിമാ ലോകത്തെ നിരവധി പേർ ചടങ്ങിനെത്തി. കൊച്ചിയിൽ സ്വന്തമായൊരു വീട് എന്നത് തന്റെ സ്വപ്നമായിരുന്നുവെന്ന് അനുശ്രീ പറയുന്നു. 4 വർഷങ്ങൾക്ക് മുൻപ് കൊച്ചി നഗരത്തിൽ ഒരു ഫ്ലാറ്റ് നടി സ്വന്തമാക്കിയിരുന്നു. അതുകൂടാതെയാണ് ഈ സ്വപ്നഭവനം.